അപ്പോൾ ഗായ്സ് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് എല്ലാവരുടെയും മുറ്റത്ത് ഒരു നല്ലൊരു കറിവേപ്പില വേണമെന്ന്. അപ്പൊ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന കറിവേപ്പിലയാണിത്. ഒരു മരം പോലെയാണ് നിൽക്കുന്നത്. അപ്പൊ ആരും ഇത് കണ്ണു വിടരുത്. ഞങ്ങളെ പാചകത്തിനൊക്കെ വേണ്ടി ഞങ്ങൾ ഇവിടെ വെച്ച് ഓടിച്ചിങ്ങെടുക്കുക. എനിക്ക് അത്യാവശ്യം നീളമുള്ളതുകൊണ്ട് എനിക്ക് തോട്ടിയുടെ ആവശ്യമില്ല. അപ്പോൾ എനിക്ക് നല്ല മഴയാണ് ഇവിടെ, അതുപോലെ തന്നെ എനിക്ക് പനിയുമാണ്. അപ്പോൾ നിങ്ങളൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പേരാണ് പിയണി ഇല അഥവാ മത്തനില. ഇത് നമുക്ക് തോരൻ വെക്കാനും എല്ലാം നല്ലതാണ്. പോഷകസമൃദ്ധമായ ഇലയാണിത്. പൂവും കായും ഒക്കെ വരുന്ന സമയത്താണ് നമ്മൾ ഇല കട്ട് ചെയ്തെടുക്കേണ്ടുന്നത്, എങ്കിലേ ഗുണമുള്ളൂ. നമ്മൾ ഇച്ചിരി കിളുന്ന ഇല നോക്കി വേണം കട്ട് ചെയ്യാൻ. ഇതേ കണ്ടോ, നിങ്ങളെ കാണിച്ചു തരാം. വിളഞ്ഞു വരണം നോക്കി പറിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇത് വെള്ളക്കാന്താരിയല്ല, ഒരു തരം മുളകാണ്. ഇതിലൊരു ചെറിയ കായ വന്നിട്ടുണ്ട്, പക്ഷെ ഇത് വിളഞ്ഞിട്ടില്ല. വിളഞ്ഞാലേ നമുക്ക് പറിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. വെണ്ടയ്ക്ക നമ്മൾ പറിച്ചു. നല്ലതാണ് മെഴുക്കുവരട്ടിയേക്കാൾ. വെണ്ടയ്ക്ക അതുപോലെ തന്നെ പിന്നെ വഴുതനങ്ങ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ഒരു കൊലയാണ്. ഇത് വിളഞ്ഞിട്ടില്ല. വിളയുമ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ട് പഴുപ്പിക്കുക. ഇന്നത്തെ ഹാർവെസ്റ്റിംഗ് ആണ് ഇതെല്ലാം. അത് കഴിഞ്ഞ് ഞാൻ ജോമോളോടെ കുടുംബ വീട്ടിലോട്ടൊന്ന് പോയി. അവിടെയാണെങ്കിൽ ഇതുപോലെ ചക്കയും കൈതച്ചക്കയും തേനും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. എനിക്ക് സ്ഥലം അറിയത്തില്ല, നിങ്ങൾ പറഞ്ഞു. ഇതെൻ്റെ ഉമ്മയുടെ മാമിയുടെ പേരമക്കളാണ്. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞ ഒരു ഓട്ടോ എന്തൂസിയാസ്റ്റിൻ്റെ മീറ്റപ്പ് പോലെ ആയിരുന്നു. 2 വെർണ, ഒരു വോൾക്സ് വാഗൻ, ഒരു സ്വിഫ്റ്റ്, മൊത്തം വണ്ടിയായി. പിന്നെ ഞങ്ങൾ ചക്കടത്താനുള്ള പ്ലാനിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ചക്കയടന്ന തോട്ടി ഞാൻ തമ്മിൽ എന്തെങ്കിലും ശത്രുതയുണ്ടോ? ഞാൻ ഇതിനു മുമ്പ് ഒരു ചക്കയടത്ത് നോക്കിയപ്പോൾ തോട്ടി ഒടിഞ്ഞു പോയായിരുന്നു. അതുപോലെ തന്നെ ഇതിലും സംഭവിച്ചു, തോട്ടി ഒടിഞ്ഞു പോയി. പിന്നെ വേറെ ഒരു വഴിയില്ലാതെ ഇവരെല്ലാവരും കൂടെ എന്നെ പിടിച്ച് കയറ്റി. ഞാൻ ആ വെള്ളയും ഇട്ട് അതിൻ്റെ മേളിൽ കയറി ചക്കയൊക്കെ പറ്റി ചക്കയടത്തേണ്ടി വന്നു. പിന്നെ അവസാനം ചക്ക പഴുത്തത് ഞങ്ങൾ കണ്ടിച്ച് അതെല്ലാവരും കൂടെ തിന്നേണ്ടി വന്ന്. അത് തിന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.